Hi students, good morning. Today I discussing about chapter 10 mechanical properties of fluid. ആ ചാപ്റ്ററിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണെന്ന് മനസ്സിലാക്കണം. ഇതിൽ 11 മാർക്കിൻ്റെ പബ്ലിക്കിന് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫ്ലൂയിഡ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും ഫ്ലൂയിഡ് എത്ര തരത്തിലാണ്, ഹൈഡ്രോഡൈനമിക് അതുപോലെ ഹൈഡ്രോസ്റ്റാറ്റിക് ഇതെല്ലാം പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പഠിച്ച ഡെൻസിറ്റി പഠിച്ചതാണ്, ത്രസ്റ്റ് പഠിച്ചതാണ്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇതെല്ലാം പഠിച്ചതാണ്. പിന്നെ നമ്മൾ പാസ്കൽസിലോ പഠിച്ച അതിൻ്റെ എക്സ്പ്രഷൻ അല്ലെ പ്രൂവ് എല്ലാം പഠിച്ചതാണ്. ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? ആപ്ലിക്കേഷൻസ് ഓഫ് പാസ്കൽസ് ലോ. വെരി ഇമ്പോർട്ടൻറ്റ്. പാസ്കൽസ് ലോൻ്റെ ഉപയോഗങ്ങൾ എന്താണ് നമുക്കറിയാം. പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലിക്വിഡിൻ്റെ ഒരു ഭാഗത്ത് പ്രഷർ പ്രയോഗിക്കുമ്പോൾ ലിക്വിഡിലെ എല്ലാ ഭാഗത്തും പ്രഷർ എന്തായിരിക്കും? സെയിം എന്നായിരിക്കും ആര് പറയുന്നത്? അതിൽ പാസ്കൽ പറയുന്നത്. ആ ലോ ആണ് പാസ്കൽസ് ലോ. ഓക്കെ, ലിക്വിഡിൻ്റെ ഒരു ഭാഗത്ത് പ്രഷർ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് എല്ലാ ഭാഗത്തെ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് പാസ്കൽസ് ലോ എന്ന് ചോദിച്ചാൽ ആ പാസ്കൽസ് ലോൻ്റെ ഉപയോഗങ്ങൾ എന്താണ് എന്നാണ് അർത്ഥം. ഫസ്റ്റ് ഉപയോഗം പറയുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. മറ്റൊന്ന് പറയുന്നത് ഹൈഡ്രോളിക് ബ്രേക്കാണ്. ഇത് രണ്ടും വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കണം. എന്തായാലും ഇതിൽ 2 എണ്ണത്തിൽ ഒന്ന് പബ്ലിക് എക്സാമിന് വരും എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാഹനങ്ങൾ അറിയാം, കാർ അറിയാം, ബസ് അറിയാം, മറ്റ് വാഹനങ്ങൾ അറിയാം. ആ വാഹനങ്ങളെ വൃത്തിയാക്കാൻ, അല്ലെ കാർ വൃത്തിയാക്കാൻ, കാർ ഓടി എന്താണ് അതിൻ്റെ ഉള്ളിൽ ചളിയും മറ്റുള്ള എന്താ അവശിഷ്ടങ്ങളെല്ലാം പെട്ടിട്ടുണ്ടാവും. അതെന്ത് ഒഴിവാക്കാൻ, ക്ലീൻ ആക്കാൻ വേണ്ടി കാർ എന്ത് ചെയ്യുന്നത്, കുറേ ഒരു 3-4 മാസം ഉപയോഗിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും? സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. ആ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അതെന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് വൃത്തിയാക്കും, അല്ലേ? അപ്പോൾ നല്ല ക്ലിയർ ആവും. നമുക്കറിയാലോ അതെല്ലാം. യെസ്. അപ്പോൾ നമ്മൾ ഒരു സർവീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. വാഹനങ്ങളെ സർവീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ, വാഹനം സർവീസ് സ്റ്റേഷനിൽ വെച്ചാൽ, ആ സർവീസ് ചെയ്യുന്ന മെത്തേഡ് വെച്ചാൽ, ആ സർവീസ് ചെയ്യുമ്പോൾ അവിടെ വെച്ച് വാഹനം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ വാഹനമടക്കം ഉയർന്നങ്ങ് പോകും. അങ്ങനെ ആ വാഹനത്തെ ഉയർത്താൻ വേണ്ടി സർവീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത്? ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. എന്താ ഹൈഡ്രോളിക് ലിഫ്റ്റ്? ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്റ്റ് സച്ച് ആസ് വെഹിക്കിൾസ് ഇൻ സർവീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സർവീസ് സ്റ്റേഷനിൽ വാഹനങ്ങളെ ഉയർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ ഹൈഡ്രോളിക് ലിഫ്റ്റ്? പഠിക്കൂ. എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്? ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്റ്റ് സച്ച് ആസ് വെഹിക്കിൾസ് ഇൻ സർവീസ് സ്റ്റേഷൻ. സർവീസ് സ്റ്റേഷനിലെ വാഹനങ്ങളെ ഉയർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. മനസ്സിലാക്കും. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, ഇതിൽ 2 സിലിണ്ടറാണുള്ളത്. ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഒരു സിലിണ്ടറിൻ്റെ പേരാണ് C1 എന്ന് പറയും. മറ്റൊരു സിലിണ്ടർ എന്താണ്? C2 ആണ്. 2 സിലിണ്ടറാണുള്ളത്, അല്ലേ? എന്താ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വാഹനം, ഒരു കാർ സർവീസ് ചെയ്യാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ ഭാഗം ഇവിടെ വെക്കുമ്പോൾ ഈ ഭാഗത്ത് ഉടനെ സർവീസ് ചെയ്യുന്ന ആൾ ഇവിടുന്ന് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യും. സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം ഇങ്ങനെ ഉയരും. അപ്പോൾ ഉയർന്നു പോയിട്ട് ഇങ്ങനെ ഉയർച്ചയിലെത്തും. അപ്പോൾ നമ്മൾ കണ്ട ടയറിൻ്റെ അടിയിലും മറ്റുള്ള അതിൻ്റെ ഉള്ളിലെല്ലാം പറ്റിപ്പിടിച്ച അടികളെല്ലാം വെള്ളം ഉപയോഗിച്ച് എന്താണ് ക്ലീൻ ചെയ്യും. അതാണ് സർവീസ് സ്റ്റേഷനിലെ വാഹനങ്ങളെ ഉയർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണിത് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പം ഇവിടെ വാഹനം വെച്ചാൽ, കാർ വെച്ചാൽ, ഇവിടുന്ന് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ഭാഗം ഉയരും.
ഉയർന്നാൽ അതിനെ ക്ലീൻ ആക്കാൻ വേണ്ടി എന്തുപയോഗിക്കും? സർവീസ് സ്റ്റേഷനിൽ എന്തുപയോഗിക്കും? ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിക്കും. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് വെച്ചാൽ ഡയഗ്രാം വരക്കേണ്ടതാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇതൊരു സിലിണ്ടറാണ്. ഈ സിലിണ്ടറിൻ്റെ പേര് C1 ആണ്. ഇത് സിലിണ്ടറിന് ഫിറ്റ് ചെയ്ത് പൈപ്പാണുള്ളത്. ഇതിൻ്റെ ഈ ചെറിയൊരു സിലിണ്ടർ ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ സ്മോൾ a ആണ്. അതിൻ്റെ ഫോഴ്സ് സ്മോൾ f ആണ്. അപ്പോൾ ഇത് ഉയർത്തും. അപ്പോൾ ഈ സിലിണ്ടർ ഉയരും. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഉയരും. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ പേരെന്താണ്? C2 ആണ്. ഏരിയ ക്യാപിറ്റൽ A ആണ്. ഫോഴ്സ് ക്യാപിറ്റൽ F ആണ്. വലുതായതുകൊണ്ട് ഏരിയ ക്യാപിറ്റൽ A കൊടുത്ത് ഫോഴ്സ് ക്യാപിറ്റൽ F കൊടുത്ത്. ചെറിയ സിലിണ്ടർ ആയതുകൊണ്ട് ഏരിയ സ്മോൾ a എന്ന് കൊടുത്ത് കൊടുത്തു, പിന്നെ സ്മോൾ f എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഹൈഡ്രോളിക് ലിഫ്റ്റിൽ 2 സിലിണ്ടറാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഒരു സിലിണ്ടർ C1 ആണ്, മറ്റൊരു സിലിണ്ടർ C2 ആണ്. ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഏരിയ സ്മോൾ a ആണ്. ഇതിൻ്റെ ഫോഴ്സ് സ്മോൾ f ആണ്. ഇനി രണ്ടാമത്തെ സിലിണ്ടർ ഉണ്ടല്ലോ, ആ സിലിണ്ടറിൻ്റെ ഏരിയ ക്യാപിറ്റൽ A ആണ്, കാരണം വലിയ സിലിണ്ടർ ആയതുകൊണ്ട്. അതുപോലെ ഇതിൻ്റെ ഫോഴ്സ് ക്യാപിറ്റൽ F ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, അപ്പം നമ്മൾ സർവീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് പാസ്കൽസ് ലോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഉപയോഗമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിലേക്ക് ഞങ്ങൾ കടത്താം. എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം? ചുരുക്കം പറയുകയാണെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറയുകയാണെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഹൈഡ്രോളിക് ലിഫ്റ്റ് വാഹനങ്ങളെ ഉയർത്താൻ വേണ്ടി സർവീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഡയഗ്രം ഇതാണ്. ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ 2 സിലിണ്ടറുണ്ട്, C1 ഉണ്ട്, C2 ഉണ്ടെന്നർത്ഥം അല്ലേ. C3 ഇതിൻ്റെ ഏരിയ സ്മോൾ f ആണ്, ഫോഴ്സ് സ്മോൾ f ആണ്. അതുപോലെ മറ്റൊരു സിലിണ്ടറിൻ്റെ ഏരിയ ക്യാപിറ്റൽ A ആണ്, ഫോഴ്സ് ക്യാപിറ്റൽ F ആണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ 2 സിലിണ്ടറും കണക്ട് ചെയ്തത് പൈപ്പ് മുഖേനയാണ്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താക്കുക? ഈ സിലിണ്ടറിൽ ചെറിയൊരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ഈ സിലിണ്ടറിൽ ലാർജ് ഫോഴ്സ് കിട്ടും. എങ്ങനെയാ? ഇവിടെ ചെറിയൊരു ഫോഴ്സ് പെർ ഏരിയ, അത് പ്രഷറാണ്. പ്രഷർ പ്രയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രഷറുകൾ സെയിം ആവും. ഇവിടെ വരെ പ്രഷർ സെയിമാണ്. ഒരേപോലെ സെയിം പ്രഷർ വരുമ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഉയർന്നു പോകും. അപ്പം ലാർജ് ഫോഴ്സ് ആയിരിക്കും കിട്ടും, ഈ സിലിണ്ടറിന് കിട്ടും. അപ്പം ലാർജ് ഫോഴ്സ് കിട്ടുമ്പോൾ ഈ ഹെവി ഒബ്ജക്റ്റ് ഉണ്ടാവും, ഈ സിലിണ്ടറിൽ വെച്ചിട്ടുണ്ടാവും, അതടക്കം ഉയരും. അങ്ങനെ ഉയർത്താൻ വേണ്ടി ഹെവി ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കാർ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്? ഹൈഡ്രോളിക് എക്സ്പ്ലനേഷൻ പറയുന്നു. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് എ device used to lift heavy objects such as vehicles in service station. One of the most important applications of hydraulic Pascal's law is hydraulic lift. Pascal's law ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആപ്ലിക്കേഷനാണ് എന്ത്? ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലേ. ഇനി നമുക്ക് ഇതിൽ പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ചെറിയൊരു ഫോഴ്സ് വയ്ക്കുമ്പോൾ ഇത് 2 ന്യൂട്ടൺ ഫോഴ്സ് പിടിച്ചാൽ ഇവിടെ കിട്ടുന്നത് 4 ന്യൂട്ടൺ ആയിരിക്കും. ഇവിടെ കിട്ടുന്ന ലാർജ് ഫോഴ്സ് സിലിണ്ടർ. അപ്പോൾ മൾട്ടിപ്പിൾ ഫോഴ്സാണ്, 2ൻ്റെ ഡബിൾ. അപ്പോൾ 2 × 2 4. അപ്പോൾ ഡബിൾ ഫോഴ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് എ അറേഞ്ച്മെൻറ്റ് ടു മെഷർ മൾട്ടിപ്പിൾ ഫോഴ്സ് മെഷർ ചെയ്യുന്ന ഒരു ഉപകരണം കൂടി ആണിത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ശേഷം ഇനി കൺസ്ട്രക്ഷനിലേക്ക് പോകാം. ഹൈഡ്രോളിക് ലിഫ്റ്റ് മനസ്സിലായല്ലോ? യെസ്. ഇനി കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് കൺസിസ്റ്റ് ഓഫ് 2 cylinders C1 and C2 fitted each other with a pipe. ഇതിനെ ഒരു പൈപ്പ് മുഖേനയാണ് കണക്ട് ചെയ്തത്. ഓക്കെ, സ്മോൾ സിലിണ്ടർ ഓഫ് ഏരിയ സ്മോൾ a and force small f, large cylinder of area capital A and force capital F. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇവിടെ ഇങ്ങനെ പറഞ്ഞ ശേഷം ഇനി ഞങ്ങൾ എന്ത് ചെയ്യാൻ നോക്കണം? ഇവിടെ ഒരു ഫോഴ്സ് വർക്കിംഗ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ എന്താ പറയേണ്ടത് നോക്കാം. കൺസ്ട്രക്ഷൻ hydraulic lift consists of 2 cylinders C1 and C2
connected to each other with a pipe. The first cylinder of area small a and force small f. Second cylinder of area capital A and force capital F. Okay. Then next working the one small force applied on the small piston. The small cylinder, small cylinder small force പ്രയോഗിക്കും. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ then due to transmission of pressure equally in all direction. എന്താണ് ഇവിടെ ഇപ്പം ഫോഴ്സ് പ്രയോഗിക്കുന്ന ഫോഴ്സ് പെർ ഏരിയ ആയി, അപ്പോൾ പ്രഷറായി. അപ്പോൾ പ്രഷർ ഇവിടെ പ്രയോഗിക്കുമ്പോൾ ഇവിടെയുള്ള പ്രഷറെല്ലാം സെയിമാണ്. അങ്ങനെ സെയിമായി പ്രഷർ കിട്ടുമ്പോൾ ഇത് പെട്ടെന്ന് പോകും. അങ്ങനെ പൊന്തുന്ന സമയത്ത് ഈ സിലിണ്ടറിന് ലാർജ് ഫോഴ്സ് കിട്ടും. പൊന്താൻ ആവശ്യമായ ഫോഴ്സ് വരും. കാരണം കംപ്ലീറ്റ് പ്രഷറിങ് വരും. അപ്പോൾ കംപ്ലീറ്റ് പ്രഷർ വന്നിട്ട് ഇത് കിട്ടും, സിലിണ്ടർ അങ്ങ് പൊന്തും. ഓക്കെ. അപ്പോൾ ലാർജ് ഫോഴ്സ് അപ്പിയേഴ്സ് ഓൺ ദി സിലിണ്ടർ C2 അല്ലേ. അപ്പോൾ ചെറിയ ഫോഴ്സ് ഇവിടെ കൊടുക്കുമ്പോൾ ഈ പ്രഷറിൻ്റെ ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഈ സിലിണ്ടർ എന്താ പെട്ടെന്ന് ഉയർന്നങ്ങ് പോകും. അങ്ങനെ ഈ ബോർഡ് വെച്ച വാഹനങ്ങളുടെ ഉയരും. അപ്പം ഹെവി ലോഡ് ഓൺ പ്ലേസ്ഡ് ഓൺ ദി സിലിണ്ടർ C2 ലിഫ്റ്റഡ് ടു എന്താണ് ലിഫ്റ്റഡ് അപ്വേർഡ്. അപ്പം എന്താ മുകളിൽ ഈസിലി ലിഫ്റ്റഡ്, മുകളിൽ പെട്ടെന്ന് ഉയരും. ഓക്കെ. അപ്പോൾ വർക്കിംഗ് എങ്ങനെ പറയാം, small force applied on the cylinder C1 due to transmission of pressure equally in all directions. Large force appears on the cylinder C2. Heavy object placed on the cylinder C2 is easily lifted. അപ്പം പെട്ടെന്ന് ഈ സിലിണ്ടറിൽ വെച്ച ഹെവി ഒബ്ജക്റ്റ് പെട്ടെന്ന് എന്ത് ഉയരും. അതാണ് വർക്കിംഗ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് എന്താണ്, ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇത് ഉയരും. ഉയരാൻ കാരണം എന്താ, ഇതിൻ്റെ ഉള്ളിൽ എന്താ ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിൽ ഇവിടെ പ്രഷർ പ്രയോഗിക്കുമ്പോൾ ഫോഴ്സ് ഇത് അമർത്തും ഫോഴ്സ് പെർ ഏരിയ കിട്ടും, പ്രഷർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എല്ലാ പ്രഷറും ഇവിടെ വരും. പ്രഷർ വരുമ്പോൾ സിലിണ്ടർ സീറ്റ് എന്ത് ചെയ്യും, പെട്ടെന്ന് വരും. അപ്പോൾ പെട്ടെന്ന് വരുമ്പോൾ ഇവിടെ വെച്ച ഒബ്ജക്റ്റ് കാറാണെങ്കിൽ കാറും പെട്ടെന്ന് വരും. അങ്ങനെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. എന്ത് ഹൈഡ്രോളിക് ലിഫ്റ്റ്. വൺസ് അഗൈൻ ലിസൺ ഹിയർ, ശ്രദ്ധിച്ചോളൂ. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്റ്റ് സച്ച് ആസ് വെഹിക്കിൾസ് അറ്റ് സർവീസ് സ്റ്റേഷൻ. One of the most important applications of Pascal law is hydraulic lift. Hydraulic lift is also an arrangement used to lift heavy objects, used to measure multiple forces. Then construction. ഹൈഡ്രോളിക് കൺസ്ട്രക്ഷൻ ആയി പറയുന്നത് കൺസ്ട്രക്ഷൻ പറയാ, നോക്കിയിട്ട് ഡയഗ്രം നോക്കിയിട്ട് പറയാം. ഹൈഡ്രോളിക് ലിഫ്റ്റ് കൺസിസ്റ്റ് ഓഫ് 2 cylinders C1 and C2. First cylinder of area small a and force small f. Second cylinder of area capital A, force capital F. It consists of 2 cylinders C1 and C2 connected to each other with a pipe. First cylinder of area small a, force small f. Second cylinder of area capital A, force capital F. Okay, then working. Small force applied on the cylinder C1 due to transmission of pressure equally in all directions. Large force appears on the cylinder C2. Then let heavy object placed on the cylinder C2 easily lifted. പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ അപ്പോൾ ലിഫ്റ്റ് ചെയ്താൽ ആ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണത് ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലേ. അങ്ങനെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഇനി ഇക്വേഷനിലേക്ക് ഇവിടെ പ്രഷർ പ്രയോഗിക്കുമ്പോൾ ഇവിടെ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ പ്രഷർ ഉണ്ടാകും. ആ പ്രഷർ കാണാൻ ഇക്വേഷൻ എന്താ, P=F/A ആണ്. കാരണം ഈ സിലിണ്ടറിൻ്റെ ഫോഴ്സ് എത്രയാണ്, സ്മോൾ എഫ് ആണ്, ഏരിയ എത്രയാണ്, സ്മോൾ എ ആണ്. അപ്പോൾ ഇവിടെ പ്രയോഗിക്കുന്ന പ്രഷർ ഇതാണ്. നെക്സ്റ്റ് ഇവിടെ പ്രഷർ പ്രയോഗിക്കുമ്പോൾ ഈ പ്രഷർ കംപ്ലീറ്റ് ഇങ്ങോട്ട് വിടും. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് സിലിണ്ടറിന് ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് സെക്കൻഡ് സിലിണ്ടറിൻ്റെ ഫോഴ്സ് കാണുമ്പോൾ പ്രഷർ അടുത്ത കാണാം, P=F/A. എഫ് എന്ന് പറയുമ്പോൾ
ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് ഓൺ ദി സെക്കൻഡ് സിലിണ്ടർ കാണുമ്പോൾ എഫ് ഈസ് ഇക്വൽ ടു പി ഇൻറ്റു എ ആണ്. ദിസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇക്വേഷൻ നമ്പർ 2 അല്ലേ. അപ്പോൾ ലാർജ് ഫോഴ്സ് ഇവിടെ കിട്ടും, സിലിണ്ടർ C2 കിട്ടും. എങ്ങനെയാണ്? ഇവിടുത്തെ പ്രഷർ ഈക്വൽ, ഇവിടെ കൊടുത്ത പ്രഷർ ഈക്വലായിട്ട് ഫുൾ പ്രഷർ ഇവിടെ വരും. പ്രഷർ വരുമ്പോൾ ആ പ്രഷറാണിത് അല്ലേ. അപ്പോൾ എങ്ങനെ കൊടുക്കുക? എഫ് ഈസ് ഇക്വൽ ടു നിങ്ങൾക്ക് പിൻ്റെ സ്ഥാനത്ത് എഫ് ബൈ എ എന്ന് കൊടുക്കുക ഇൻറ്റു എ. This according to Pascal's law, this pressure is transmitted to cylinder C1. Then AV object placed on the cylinder C2 easily lifted. അപ്പോൾ ഈ പ്രഷർ ഇപ്പോൾ ഫോഴ്സ് കംപ്ലീറ്റ് ഇവിടുത്തെ ഫോഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആണ് വരും, ഇവിടെ വരുന്ന സമയത്ത് ഇതങ്ങ് മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ പ്രഷർ തന്നെയാണ് ഇവിടെ. അതോ പ്രഷർ എന്താ? ഇവിടെ പ്രയോഗിക്കുന്ന പ്രഷർ ഇതാണ്. ആ പ്രഷർ നേടെ കിട്ടി സിലിണ്ടർ C2 കിട്ടി. അപ്പോൾ ഇവിടെ കൊടുക്കും പി അല്ലേ. ഓക്കെ, ദിസ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ കൂടി പറയുന്നത്. വേണം ഒന്നും കൂടി പറഞ്ഞു തരാം, ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് എ device used to lift heavy object such as vehicles in service station. One of the most important applications of Pascal's law is hydraulic lift. Hydraulic lift is a device used to measure multiple force. Okay, the next construction പറയൂ. Hydraulic lift consists of 2 cylinders C1 and C2 connected to each other with a pipe. First cylinder of area small a and force small f. Second cylinder of area small a capital A, then force capital F. Okay, next working പറയുമ്പോൾ the small force applied on the cylinder C1 due to transmission of pressure equally in all directions. Large force appears on the cylinder C2. Then heavy object placed on the cylinder C2 is easily lifted. But this arrangement is to lift heavy objects such as vehicles at a service station. Okay, then calculation പറയുമ്പോൾ pressure applied on the cylinder C1, that is P is equal to F by A. Then force, downward force appears on the cylinder C2. Force ആണ് equation F is equal to P into A. അപ്പോൾ ഈ P എന്ത് ചെയ്യുന്നു? ഇവിടത്തേക്ക് വരും. അപ്പോൾ F is equal to F by A into A. This force is transmitted to cylinder C1 അല്ലേ. അപ്പോൾ ഈ ഫോഴ്സ് കംപ്ലീറ്റ് ഇവിടത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, ഇവിടത്തേക്ക് സിലിണ്ടർ C2ലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ദിസ് സിലിണ്ടർ മൂവ്സ് അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ കൂടി പറയാനുള്ളത്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, വീണ്ടും നമ്മൾ കാണാം അടുത്ത ആപ്ലിക്കേഷൻ ഹൈഡ്രോളിക് ബ്രേക്ക്. അത് അടുത്ത പാർട്ടിലെടുക്കും. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് ബൈ.